ഗെയിമിന്റെ പേരാണ് ഷിൻകാൻസെൻ സീറോ. ഇതൊരു ജാപ്പനീസ് ഹൊറർ ഗെയിമാണ്. ഇതിന്റെ പാർട്ട് 1 വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പാർട്ട് 2 നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് റൂമിലായിരുന്നു ലാസ്റ്റ് പാർട്ടിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ കൊച്ചും 2 റൂള് പറഞ്ഞു. അപ്പോൾ ആ റൂള് നമുക്ക് ഒന്നുകൂടി കേട്ടു നോക്കാം. 変わったことがあったら進んで、なかったら戻るんだよ。3回間違えるとお化けが来るから気をつけてね。അപ്പം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നേരെ തന്നെ പോകണം, തിരിച്ചോടരുത്. കഴിഞ്ഞ മാപ്പിൽ നമുക്ക് ഓടണം എന്നായിരുന്നു. ഇത് നല്ല പ്രീമിയം ക്യാബിനാണ്. കണ്ടിട്ട് ടോക്കിയോയിലേക്ക് പോകണം, കുഴപ്പമൊന്നുമില്ല. സീറ്റിലൊന്നും ആരുമില്ല. നമ്മുടെ ഷാഡോ ഉണ്ട്. ഓക്കെ, വേറെ ആൾക്കാരൊന്നും കാണാനില്ല. ഇവിടെ ഒരു ചേച്ചി ഡെസ്ക്ടോപ്പ് വന്നിട്ട് എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. അവിടെ ആരോ ഒരു സ്നാക്സ് ഒക്കെ ആയിട്ട് ഉന്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ചേച്ചീനെ കാണുമ്പോൾ തന്നെ എന്തോ ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള നടത്തും. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വേറെ സീറ്റുകളൊക്കെ നോക്കാം. ഇനിയുള്ള സീറ്റുകളിലൊന്നും ആരും കാണില്ല, അടുത്തൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതേതാ പച്ചക്കണ്ണ ഗോസ്റ്റ് ആണോ? അല്ല, ഇത് ആളാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വേറെ സീറ്റുകളിലൊന്നും ആൾക്കാരില്ല. ഇവിടെ ആരോ ഉണ്ട്. ഈ പുള്ളി ബാഗ് എടുക്കാനോ വെക്കാനോ നോക്കിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ലോബിയിലേക്ക് പോവാം. ടോയ്ലറ്റ് ഉണ്ട്, ആരുമില്ല. ഈ അപ്പാപ്പനെ മുമ്പ് കണ്ടല്ലോ. ഇവിടെ പ്രേതമാണോ? വലിയ ഷേപ്സ് ആണോ? I hope so. 我が輩を騙すことは不可能。お主はスーツを着ている。変だな。他とは違うようじゃな。それだけはわかる。して若者よ。I don't know. 列車の中で誰かに会ったか？A boy. それはいいことかもしれん。我が輩の優れた観察眼と人生84年の経験から言わせてもらうと、ここにいるほとんどの人は実際の人間ではないようだ。話しかけても反応は示すことはない。まるでロボットのようだ。我が輩は人間を見ればわかる。つまり我が輩の結論は、スーツの人を信用するな。そうだな。疲れた。眠らせてくれ。その前に。അപ്പൊ തന്നെ ഉറങ്ങിയെന്ന് തോന്നുന്നു. നമുക്ക് പോവാം. 残り24. നമുക്ക് അടുത്ത ക്യാബിനിലേക്ക് പോയി നോക്കാം. ഇനിയാണ് ഗെയിം തുടങ്ങണത്. നോക്കാം നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന്. ഫസ്റ്റ് കണ്ട ക്യാബിനിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോകണം. വ്യത്യാസം ഇല്ലെങ്കിൽ തിരിച്ചു വരണം. ഓക്കെ, ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഈ ചേച്ചീനെ ലാപ്പ് ചെയ്തുകൊണ്ടെങ്കിൽ കുഴപ്പമില്ല. എല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഓക്കെ. ഞാൻ ആ ചേച്ചി ക്രീപ്പിയാന്ന് പറഞ്ഞതല്ലേ? ശരിയല്ല, നമുക്ക് പോവാം. ഇതുവരെ കുഴപ്പമില്ല. ഈ ചേച്ചിയാണെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്,
ആ മിററുണ്ടോ? ആ മിററില് ചേച്ചിയുടെ ഷാഡോ അല്ല. ഓടിക്കോ 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 ഓടിക്കോ.残り23 23 ആയി. അപ്പൊ നമ്മള് കറക്റ്റായിട്ടുള്ള ഇതിലാ പോണേ. അടുത്ത ക്യാബിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് സീറ്റുകളൊക്കെ നമുക്ക് നോക്കാം, എന്തെങ്കിലും അൺയൂഷ്വലായിട്ടുണ്ടോ. ചേച്ചി ഈ ചേച്ചിയുടെ ശരിക്കുള്ള ഷാഡോ ഇതാ, കണ്ടോ? വ്യത്യാസം ഉണ്ടായിരുന്നു അർത്ഥം. ഈ ചേച്ചിയും കൂടി പോട്ടെ. ഈ ചേച്ചീനെ എനിക്ക് എല്ലാ സമയവും ഡൗട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാന്ന് തോന്നണം. ഇവിടെ കുറച്ച് ഡാർക്കാണ്, അത് കാരണം ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അടുത്ത് പോയി നോക്കണം. ഓക്കെ, ഇവിടെ സേഫാന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കിനി അടുത്ത ക്യാബിനിലേക്ക് പോവാം. അപ്പോൾ നേരെ തിരിച്ച് നടക്കാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഞാൻ കാണാറില്ല. നോക്കിയിട്ട് എന്തായാലും ആ ഫ്രണ്ട് വരെ ഒന്ന് നോക്കിയേക്കാം. നീ എന്തെങ്കിലും ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടോ? ചെറിയ അപ്പാപ്പിന് കാലും കൈയൊക്കെ ഉണ്ട്. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. നമുക്ക് തിരിച്ചു പോവാം. ഒരു വ്യത്യാസം ഞാൻ തോന്നില്ല, നോക്കിയിട്ട് കണ്ടില്ല. ചേച്ചി ഫുഡ് കൊണ്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, സ്നാക്സ് ഒക്കെ ഓക്കെയാണ്. അപ്പം നമ്മൾ അടുത്ത ക്യാബിനിലേക്ക് പോവുകയാണ്. 残り22 22. 1 അത് നമ്മുടെ അടിയിൽ 6 ആയി. ചെറിയൊരു പ്രശ്നമുണ്ട്. വിൻഡോ നോക്കി, അടിയിൽ പുകയൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, നമുക്ക് പോവാം പോവാം പോവാം. സേഫല്ല, ഒട്ടും സേഫല്ല. ഓക്കെ, മൊത്തം പുകയായി. നമുക്ക് അടുത്ത ക്യാബിനിലേക്ക് പോവാം.残り22 1 ഓക്കെ, ഇവിടെ അത് തുടക്കം തന്നെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എന്തോ ഒന്നുമില്ലാത്ത പോലെ. നമുക്ക് ഫ്രണ്ടിലേക്കൊക്കെ ഒന്ന് പതിയെ പോയി നോക്കാം. ലെഫ്റ്റിലെ ചേച്ചിൻ്റെ ആരോ നിൽക്കണ പോലെ തോന്നണ. ചേച്ചീനെ കാണാനില്ല. ചേച്ചിയാണോ? അല്ല, പച്ചക്കണ്ണൻ. അവ പമ്മി. അത് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അവന് ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കി. ആ റൂമിൽ കയറിയപ്പോ തന്നെ അറിയായിരുന്നു എന്തോ ഇഷ്യൂ ഉണ്ട്. 21 അതുപോലെ നമുക്ക് അടുത്ത റൂമിൽ പോയി നോക്കാം. ഈ റൂമില് കുഴപ്പമൊന്നും കാണുന്നില്ല. സീറ്റുകളൊക്കെ ഓക്കെയാണ്. ഇവിടെ പ്രത്യേകിച്ച് പുതിയതായിട്ട് ആരുമില്ല. നമ്മുടെ ലാപ്ടോപ്പിൽ നോക്കണ ചേച്ചിയുണ്ട്. സ്നാക്സ് എന്തുകൊണ്ട് തന്നെ ഉണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നണം. ആ ചേച്ചീനെ സൂക്ഷിക്കണം. ഈ ചേച്ചീനെ സൂക്ഷിക്കണം. ഈ ചേച്ചിയുടെ നടത്തൊന്നും ഇട്ട് ശരിയല്ല. ഇനി പച്ചക്കണ്ണൻ നോക്കട്ടെ. സേഫാണ്, കുഴപ്പമില്ല.
അപ്പൊ ഈ റൗണ്ട് നമ്മൾ സേഫ് ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. എല്ലാ സീറ്റും നമ്മൾ തറവായിട്ട് ചെക്ക് ചെയ്ത് പുതിയതായിട്ടൊന്നും കണ്ടില്ല. നമുക്കും തിരിച്ചു പോവാം. കാരണം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നാണോ കയറി അവിടേക്ക് തിരിച്ചു പോകണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ വരണമെന്നായിരുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് പ്രശ്നമൊന്നും തോന്നല്ല. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഈ പച്ചക്കണ്ണനെ ഇപ്പം സൂക്ഷിക്കണം. പിന്നെ എപ്പം എണീറ്റ് വരുന്നൊന്നും പറയാൻ പറ്റില്ല. കള്ളപ്പന്നി. ഓക്കെ, നമ്മൾ പോവാണ്. അടുത്ത ക്യാബിനിൽ കയറാം. 残り20。 എന്താ കാടാ? കൊച്ചു 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 കൊച്ചു. ねえ、お兄さん、僕たち生きて帰れると思う？ ആരാണോ ചെയ്യാനിവിടെ നമുക്ക് പോവാം. കാട്ടിക്കോളം നടന്നപ്പോഴത്തെത്താം. ഇതിന്റെ മരമൊക്കെ നമുക്കിനി അടുത്ത ക്യാബിനിലേക്ക് പോവാം. 残り20。 നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് പോണത്. നമ്മൾ ഇതുവരെയായിട്ട് ഒരു മിസ്റ്റേക്ക് വരുത്തിയുള്ള 2 എത്തി. ഇവിടെ പ്രത്യേകിച്ച് വ്യത്യാസം തോന്നല്ല നോക്കിയിട്ട്. ഓക്കെ, ബാക്കിലെ സീറ്റുകളിലൊന്നും വേറെ ആൾക്കാരില്ല പുതിയതായിട്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ മറ്റേ ലാപ്പിൽ പണിയണ ചേച്ചീനെ നോക്കാം. ഓക്കെ, ആ ചേച്ചീന് വ്യത്യാസമൊന്നുമില്ല. ഷാഡോ ഒക്കെ ഓക്കെയാണ്. എനിക്ക് ഈ പുള്ളിക്കാരിനെ തീരെ വിശ്വാസമില്ല. നോക്കട്ടെ, സ്നാക്സ് തന്നെയാണ്. പ്രത്യേകിച്ച് അൺയൂഷ്വലായിട്ടൊന്നും തോന്നുന്നില്ല. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഈ പച്ചക്കണ്ണനെ സൂക്ഷിക്കണം. അപ്പൊ ഇതും സേഫാന്ന് തോന്നുന്നു കണ്ടിട്ട്. പുതിയതായിട്ടൊന്നും കണ്ടില്ല. എന്തുണ്ട് സൗണ്ടൊക്കെ വന്നെ. നമുക്ക് ഡോറ് തുറക്കാൻ പറ്റില്ല. തുറന്നു. എന്തോ പറ്റി അറിയില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു ഇവിടെ. നമുക്കത് കാരണം തിരിച്ചു പോകണ്ട. അടുത്ത ക്യാബിനിലേക്ക് പോവാം. ഇവിടെ സേഫല്ല. നമ്മളിനി അടുത്ത ക്യാബിൻ പോകുമ്പോൾ 1 ആണെങ്കിൽ നമ്മുടെ ഡിസിഷൻ റേറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ 1-ലെത്തി. അപ്പം നമ്മൾ എത്തുന്ന നേരം ചെയ്തതൊക്കെ കറക്റ്റാണ്. മിസ്റ്റേക്ക് ഒന്നും വരുത്തിയില്ല. സീറ്റൊക്കെ ഓക്കെയാണ് ബാക്കിലേക്ക്. ഇനി നമുക്ക് മറ്റേ കമ്പ്യൂട്ടറിലെ ചേച്ചീനെ നോക്കാം. സ്നാക്സിൻ്റെ ചേച്ചി മതി വന്നുള്ളൂ. ആ ചേച്ചീനെ നോക്കിയിട്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, എന്താ പച്ചക്കണ്ണൻ്റെ കണ്ണ് ഇവിടെ തോന്നിയതല്ല. പച്ചക്കണ്ണൻ്റെ തല ബാക്കിലായിരുന്നു. പോവാ.残り18。 0 ആയി. അപ്പം ലാസ്റ്റ് ക്യാബിന്. അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. എന്നാലും നോക്കാം നമുക്ക്. സീറ്റുകളിലൊന്നും ആരുമില്ല. ഈ ചേച്ചി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നോക്കട്ടെ. സ്നാക്സിൻ്റെ ചേച്ചീനെ എനിക്ക് എല്ലാ സമയവും ഡൗട്ടുള്ളത്. സ്നാക്സിൻ്റെ ചേച്ചീനും കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് വേറെ സീറ്റുകളൊക്കെ ഫ്രണ്ടിലേക്ക് നോക്കാം. പച്ചക്കണ്ണനെ നോക്കാം, അവനും കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നമ്മൾ വേറെ സീറ്റുകളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ ക്യാബിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടി നോക്കിയേക്കാം ഏതെങ്കിലും സീറ്റിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ. ഇതുവരെയായിട്ടും കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഓക്കെ, നമുക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത ക്യാബിനിലേക്ക് പോവാം. 残り17。ഓക്കെ, അപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞ് കണ്ടക്ടറിൻ്റെ റൂം, നേരെ പോയ കണ്ടക്ടർ റൂമാണെന്നാണ് കാണിക്കണേ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ വഴിയില്ലായിരിക്കും, കാരണം കണ്ടക്ടറിൻ്റെ റൂം അപ്പുറത്തുള്ളതല്ലേ. ചേച്ചിയാണെങ്കിൽ ആപ്പിൽ നോക്കിയിരിക്കുന്നത് കുഴപ്പമില്ല. സ്നാക്സ് ആയിട്ടുള്ള ചേച്ചി മതി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കാം. ആ ചേച്ചി ഒന്ന് പോട്ടെ. ഓക്കെ, അത് ആ ചേച്ചി പോയി. നമുക്കിനി ഫ്രണ്ടിൽ എല്ലാം നോക്കാം. ഈ സീറ്റുകളിലൊന്നും പ്രത്യേകിച്ച് ആൾക്കാരെ കാണുന്നില്ല. ഓക്കെ, പച്ചക്കണ്ണൻ സേഫാണ് ഈ കളിയിൽ. ഓക്കെ, ഈ അപ്പം ബാഗ് വെച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എല്ലാം സേഫാണ്. നമുക്ക് കണ്ടിട്ടുണ്ട് റൂമിലേക്ക് ഡയറക്റ്റ് പോവാം. അയ്യോ, ഭയങ്കര സിമ്പിളാണല്ലോ. ഇത് നമ്മുടെ ബ്രേക്കിൻ്റെ ബട്ടൺ എന്നൊക്കെയാൽ മതി, കളി കഴിഞ്ഞു. അപ്പോൾ ഇനി നോക്കാം. ഓക്കെ, നമ്മളാ നെക്കി. പ്രത്യേകിച്ച് എന്ത് വ്യത്യാസമാണുള്ളതെന്ന് വെച്ചാൽ ഒന്നും കാണുന്നില്ല, ആൾക്കാരൊന്നും കാണുന്നില്ല. ആ കൊച്ചിനെ കണ്ടുപിടിക്കണ്ടേ ഇനി? ആ കൊച്ചിനെ കണ്ടുപിടിക്കണം. കൊച്ചെവിടെയാന്ന് നോക്കാം നമുക്ക്. ഇല്ല, ഇവിടെ ഒന്നും ആ കൊച്ചി കാണാനില്ല. നമുക്കന്നൊരു പണി ചെയ്യാം. കൊച്ച് ആദ്യം ഇരുന്ന സ്ഥലത്തേക്ക് പോയി നോക്കാം, ചിലപ്പോൾ അവിടെ ഉണ്ടായാലോ. നമ്മൾ പോയ വഴിക്കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോയത്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയ ക്യാബിൽ തന്നെ നമ്മൾ തിരിച്ചെത്തണം. ഓക്കെ, ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. ഗോസ്റ്റും പ്രേതവും പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. മൊത്തം എംപ്റ്റി ആയിട്ടുള്ള ക്യാബിൻസാണ്. ഓക്കെ, നമ്മൾ മറ്റേ ക്യാബിനിലെത്തി. ചേച്ചി നീറ്റു. നമ്മൾ ട്രെയിൻ നിർത്തിയപ്പോൾ ചേച്ചി നീറ്റു. ഓക്കെ, なるほど。この列車は止まることはなくってループしていたんですね。でもこの列車を止めることができてループもしなくなったってことですよね。ああ、なんか違和感、記憶がない。この列車に乗った覚えはないんですけど。I saw you, brother. それは多分直樹です。きっと記憶をなくす前、直樹と一緒だったのね。なんでここにいるのかとか、何かそうですか。ここに来る途中に直樹はいましたか？അവനെ കണ്ടില്ല. そ
そうなんですね。直樹は普通車側にいるはずですね。よし。ここから出ましょう。 Nice job, Tibby. あ、でも、ちょっと待ってください。よく考えたら、次にここにまた誰かが来る。そんなことになったらかわいそうです。この列車をどうにかした方がいいんじゃないですか？ループする列車。アニメか何かで見た気がする。あ、思い出しました。なんかの番組で、二人で反対方向にすごいスピードで走って、ループを壊してました。どうですか？いや、列車はもうループしていないですもんね。ブレーキを踏んだらループしなくなったんですよね。あ、だったら、一緒に発射させたらどうですか？両端から。私は普通車側に行くので、グリーン車側に行ってもらってもいいですか？ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോർമലായിട്ടുള്ള സൈഡിൽ പോവുക. കാരണം മറ്റേ സൈഡിലേക്ക് പോകണമെങ്കിൽ പ്രീമിയം സൈഡിലേക്ക് കുറേ ദൂരം നടക്കാനുണ്ട്. ഞാൻ നോർമൽ തന്നെ പോവാം. അതാണ് നല്ലത്. そうですか？さっきの話だと、弟は多分普通車側にいると思うんです。弟を任せることになってしまうんですけど、でも、列車を止めることができたんですもんね。わかりました。では私の弟、直樹、一緒に頑張りましょう。急ぎましょう。またこの列車が動き出してしまう前に。 അപ്പോൾ നമുക്ക് പതിങ്ങനെ പോയിട്ട് ചേച്ചിൻ്റെ പോകത്ത് വീണ്ടും ഒരു മിനിറ്റ് വേണമെന്നല്ലോ. ഓക്കെ, നമുക്ക് നേരെ പോയിട്ട് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാം. നമ്മളൊരു കാര്യം കഴിഞ്ഞു. നമ്മളിപ്പോൾ കളി തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു പോയി. 6 ആയി. നമ്മൾ 5th കഴിഞ്ഞ് പുറത്തിലേക്ക് പോവുകയാണ്. നിക്ക് ചോര 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 ചോര. തുറക്കാൻ പറ്റില്ല, ഒന്നും തുറക്കാൻ പറ്റില്ല. എനിക്ക് ഒരു സ്റ്റെപ്പല്ല, നമുക്ക് പോവാം. ഓടി പെട്ടെന്ന് ഫസ്റ്റ് എന്ത് സൗണ്ട് ഒക്കെ തന്നെ. ഓടിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ പറ്റുന്നുണ്ട്. മരമാണോ കുറച്ച്? നമ്മളെത്തിയോ? നമ്മൾ സേഫായി തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, ജെല്ലാണ് ഡോറാണ്. പുറത്ത് കുറേ മരമൊക്കെ കാണാം. ഇപ്പോഴത്തെ സൈഡിലുണ്ട്. നമുക്ക് ഈ ഡോറ് വന്നിട്ട് ഓക്കെ ക്യാബിലേക്ക് പോകാൻ പറ്റില്ല. ഏതോ സ്റ്റേഷനാണോ തോന്നുന്നു കണ്ടിട്ട്. അതെ ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന തോന്നുന്നു കണ്ടിട്ട്. കൊച്ചില്ലേ? お兄さん来たんだね。待ってたよ。ഓക്കെ, お姉ちゃん、起きた
എനിക്ക് ഇറങ്ങാൻ പറ്റുള്ള 無事でよかった。 ഇറങ്ങാൻ പറ്റുള്ള ഇവിടുന്ന്. お兄さん、僕はもう大丈夫だよ。そうだ、お兄さんも一緒に来る？ മന്നം നോ നോട്ട് യെറ്റ് എന്നൊക്കെ നമുക്ക് ഓപ്ഷൻ ഇല്ല, ഇറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. そうですね。来ない方がいいと思います。なんだか、私たちに何が起こったか分かった気がします。心配しないでください。私たちは大丈夫です。それより、もう私たちは行きますね。നിങ്ങൾ വീട്ടിൽ പോയിക്കോ, എനിക്ക് പുറത്തിറങ്ങണം. 本当にありがとうございました。さようなら。 അടിപൊളി. പിന്നെയും ട്രെയിൻ അടച്ചു. ഇതേ പോണ്. ഇനി എന്തായിരിക്കാവൂ? ഇത് മറ്റേ പെട്ടി വെക്കണ ആളും മറ്റേ സ്നാക്സും തന്നെ 倒 ചേച്ചിയല്ലേ? れていたんですよ。目が覚めてよかったです。運よくお医者様が乗っていたんですよ。軽い静脈血栓塞栓症でした。いわゆるエコノミー症候群ですね。体を横にして足を上げることで良くなったよ。本当に良かったですね。列車が止まっているせいで救急車を呼ぶこともできなくて、最悪の場合も考えられたんですよ。数分前に起きた人身事故です。その事故でこの列車はしばらく止まっているんです。失礼します。業務連絡です。事故には若い女性と少年が巻き込まれていることが確認されました。 ഓ, അപ്പൊ ആ കൊച്ചിൻ ചേച്ചിയാണ് ആക്സിഡന്റിന്റെ കാരണം. ഓക്കേ, ആ കൊച്ചിൻ ചേച്ചിന്ന് എനിക്ക് തോന്നുന്നു ട്രെയിനിന്റെ ഫ്രണ്ടിൽ ചാടിയെന്ന്, അങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായെന്ന് തോന്നുന്നു. 私のビデオが気に入ったら、いいねとチャンネル登録をお願いします。